നമുക്ക് അബിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ശുഭമുഹൂർത്തമാണ്. ഇത്രയും കാലം തമ്പി അങ്ങനെ വിലസി നടന്നു. അവസാനം തമ്പിക്ക് പൂട്ട് വീഴുവാണ്. ജാനകി ആരാന്നുള്ള സത്യം അതിനുശേഷം ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് നമ്മളെ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം പശുപതിയുടെ അടുത്തേക്ക് തമ്പി ചെല്ലുന്നുണ്ട്. പശുപതിയെ ഏർപ്പാടാക്കിയത് തന്നെ അപർണയായിരുന്നു. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെയായിരുന്നു അപർണ ഏർപ്പാടാക്കിയത്. അപ്പം അയാളാണ് കണ്ടെത്തിയത് രാധാമണി വാരിസര ജാനകിയോടൊപ്പം ഉണ്ട്. പക്ഷേങ്കിൽ അയാൾക്കൊരു തെറ്റ് പറ്റിപ്പോയി ഈ പശുപതിക്ക്. കാരണം അയാൾ അവിടെ ചെല്ലുന്ന സമയത്ത് രാധാമണിയാന്നോർത്ത് കണ്ടത് മേരിക്കുട്ടിയമ്മയാണ്. ചട്ടയും മുണ്ടുമൊക്കെ ധരിച്ച് മേരിക്കുട്ടിയമ്മ നിൽക്കുന്നുണ്ടപ്പോൾ അയാൾ തെറ്റിദ്ധരിച്ചു. അയാൾ വിചാരിച്ചെന്താ അതായിരിക്കും രാധാമണിന്ന്. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ കൊണ്ട് അപർണയെ കാണിക്കുകയും ചെയ്തു. അപർണ ആ ഫോട്ടോസാണ് തമ്പിക്ക് കൈമാറിയിരിക്കുന്നത്. തമ്പി ആ ഒരു ധൈര്യത്തിലാണ് പശുപതിയുടെ അടുത്തേക്ക് തന്നെ. പിന്നീട് പശുപതിയോട് പറഞ്ഞു, അതെ ആ സ്ഥലം എവിടെയാന്നൊക്കെ എന്നോട് പറയണം, ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുമെന്ന് പറയാം. സാറ് ധൈര്യമായിട്ട് പൊയ്ക്കോ, അവിടെ ആ ജാനകി എന്ന് പറയുന്ന അവളുടെ കൂടെ തന്നെ ഉണ്ട്. സാറ് പറയുന്ന ഈ രാധാമണി വരച്ചത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടാന്ന് പറയാം. അല്ല അവർ തന്നെ നീ ഉറപ്പിച്ചല്ലോ അല്ലേ എന്ന് ചോദിക്കണം. സാറിന് എന്നെ 100% വിശ്വസിക്കാം. ഇതേ ആ ജാനകി അമ്മയെന്നും വിളിച്ചോണ്ട് അവരുടെ കൈ പിടിച്ചോണ്ട് കയറ്റിക്കൊണ്ട് പോകുന്ന ഞാൻ കണ്ടാന്ന് പറയണം. ജാനകി അമ്മയെന്നും വിളിച്ചോണ്ട് കയറ്റിക്കൊണ്ട് പോയത് സത്യം തന്നെയാണ്. പക്ഷെ മേരിക്കുട്ടി അമ്മേനെ ഉദ്ദേശിച്ചേ. പക്ഷെ അവന് മനസ്സിലായില്ല. പശുപതി ഓർത്തെന്താ അത് രാധാമണി വരച്ചതായിരിക്കുന്നു. പിന്നീട് തമ്പി പറഞ്ഞു, എന്നാ ശരി നീ ആ സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ പോയിക്കോളാന്ന് പറയണം. അങ്ങനെ തമ്പിയോട് സ്ഥലം പറഞ്ഞു കൊടുത്തു. തമ്പി സ്ഥലമൊക്കെ കിട്ടി എവിടെയാന്നൊക്കെ കൃത്യമായിട്ട് വിവരം കിട്ടിക്കഴിഞ്ഞപ്പോൾ തമ്പി അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. ഇന്നത്തോട് കൂടിയിട്ട് ആ ജാനകിയുടെ രാധാമണി വരസ് എന്ന് പറഞ്ഞ് വേഷം കെട്ടിയിരിക്കുന്ന അവളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കണം. തൻ്റെ അമ്മയാം പ്രായമുള്ളൊരു സ്ത്രീയെ ജാനകി രാധാമണി വരച്ചതാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത് തമ്പിക്കൊരു പുച്ഛഭാവമായിരുന്നു. പിന്നീട് തമ്പി അങ്ങോട്ട് പോകുന്ന സമയത്ത് അപർണ തമ്പിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛനത് എവിടെയാന്ന് ചോദിക്കണം. മോളെ അധികം വൈകാതെ തന്നെ ജാനകിയുടെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പൊളിച്ചെടുക്കും, ഞാനങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാന്ന് പറയണം. ഓ സമാധാനമായി. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകലോ. അമ്മയ്ക്ക് അതൊക്കെ ഓർത്തിട്ട് നല്ല ടെൻഷനാണ്. ഇതേ അച്ഛാ ഒരു കാര്യം ഞാൻ ചെയ്തേക്കാം, ഇന്ന് തന്നെ അവളുടെ ആ ജാനകിയുടെ കള്ളത്തരം പൊളിച്ചടിക്കേക്കണം, അവർ പരാതി പിൻവലിക്കണമെന്ന് പറയാം. മോള് ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അവിടെ ചെന്ന ഉടനെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഈ പറയുന്ന രാധാമണി വരച്ചെന്നും പറഞ്ഞുകൊണ്ട് അവൾ ഒരു പ്രായമായ ഒരു അമ്മയെ കെട്ടിയെഴുന്നൊളിച്ച് വെച്ചിട്ടില്ലേ, അവരെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് മിക്കവാറും ജാനകിനെ അവരെ ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അപർണ പറഞ്ഞു, കൊടുക്കണോ അച്ഛാ, നല്ല തിരിച്ചടി എന്നെ കൊടുക്കണം, ഒരിക്കലും എഴുന്നേക്കാത്ത വിധമുള്ള അടിയായിരിക്കണം കൊടുക്കണം. ജാനകി ഇത്രയും ദിവസം നമ്മളിട്ട് വട്ടം കറക്കിയില്ലേ, അതിനുള്ള പ്രതിഫലം അങ്ങോട്ട് കൊടുത്തിട്ട് അച്ഛനും കൂടെ തിരിച്ചു പോരാവുള്ളൂ എന്നൊക്കെ തമ്പിയോട് അപർണ പറയണം. അത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു, മോള് ധൈര്യമായിട്ടിരിക്കുക, അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി, ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഈ രാധാമണിയെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തമ്പി അങ്ങോട്ടേക്ക് പോകുന്നത്. ആ സമയത്ത് ഇന്ദ്രജ നകുലിൻ്റെ അടുത്തേക്ക് എല്ലുവാണ്. ആ നകുലിനാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ദ്രൻ നെട്ടിച്ചു, എന്താടാ നീ ആലോചിച്ചുകൊണ്ടിരിക്കണേ? ഒന്നുമില്ലാന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടോ, നിന്റെ മനസ്സിൽ ആ ജാനകിയെ പോയി കാണാമെന്നൊരു ചിന്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചേക്കാൻ പറയണം. അത് കേട്ടപ്പോൾ നകുലും ചോദിച്ചു, അതെന്താ എടുത്തി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കണം. തൽക്കാലത്തേക്ക് നീ കാണാൻ പോണ്ട, ഞാൻ ആദ്യം അവളെ ഒന്ന് പോയി കാണട്ടെ. അവളുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്കും അറിയണം. അവളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഞാൻ പോയി കാണാമെന്ന് പറയണം. അത് ശരിയാവത്തില്ല, എനിക്ക് അവളെ കാണണം എടുത്തി. കാരണം ആ അബിയെ വെച്ചിട്ട് കളി കളിക്കാന്ന് ഞാൻ പ്ലാൻ ചെയ്തു, പക്ഷെ അത് നടന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനി അവളെ നേരിട്ട് ഞാൻ കാണണം. ഇത് കേട്ടിച്ചപ്പോൾ ഇന്ത്യജ പറഞ്ഞു, എടാ നമ്മൾ എടുത്തിയായിട്ട് ഒരു തീരുമാനം എടുക്കരുത്. അബി വിശ്വസിക്കണമെങ്കിൽ അതിന് തക്കതായ തെളിവുകളും കാര്യങ്ങളും വേണം. അബിയും ജാനകിയും ഉള്ള സമയത്ത് വേണം നീ അവരുടെ മുന്നിലേക്ക് ചെന്ന് പെടാനായിട്ട്. അപ്പം ജാനകിയുടെ മുഖത്തുനിന്ന് തന്നെ അബിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവണം, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാ പോയി ജാനകിയോട് തർക്കിച്ചിട്ടോ അല്ലെങ്കിൽ അവളെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് വരാൻ ശ്രമിച്ചിട്ടോ കാര്യമില്ല. നമ്മളിവിടെ പ്രയോഗിക്കേണ്ട തന്ത്രമാണെന്ന് പറയാം. നകലും പറഞ്ഞ് ഏട്ടത്തി പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ചോദിക്കും. എന്തുകൊണ്ട് നടക്കില്ല? ഉറപ്പായിട്ടും നടക്കും. ഏതിനും ഈ ഏട്ടത്തി നിന്നോടൊപ്പം ഉണ്ട്. പിന്നെ നീ എന്തിനാ നകുല ഭയപ്പെടുന്നേ? ഞാൻ വന്നത് തന്നെ നിനക്ക് വേണ്ടിയിട്ടല്ലേ. എത്ര വർഷക്കാലം നിന്നെ നോക്കി പരിപാലിച്ചിരുന്നു. 3 വർഷക്കാലം നീ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് നിനക്ക് പഴയതുപോലെ തന്നെ ആവാൻ പറ്റണേ എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടം വരെ എത്തിയില്ല നീ. ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഏട്ടത്തി നിന്നോടൊപ്പം നിൽക്കും. നിന്റെ ഒരാഗ്രഹത്തിന് ഞാൻ തടസ്സം നിൽക്കില്ല. ജാനകിയെങ്കിൽ ജാനകി, അവളെ നിന്റെ കൺമുന്നിൽ ഞാൻ കൊണ്ടുവരും, നിന്റെ കൂടെ ഞാൻ അവളെ ഇരുത്തുമെന്ന് പറയണം. അത് കേട്ടപ്പോൾ നകുലം പറഞ്ഞു, എനിക്കത് മതി ഏട്ടത്തി അമ്മയുടെ വാക്കുകളെ ഞാൻ വിശ്വസിക്കാമെന്ന് പറയണം. നകുലിനെ പറ്റിയ ഏട്ടത്തിയമ്മയായിരുന്നു ഇന്ദ്രജ. നകുലിന് സന്തോഷമായി.
ആ സമയത്ത് അപർണ ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്നത്തോട് കൂടിയിട്ട് അവളുടെ കാര്യത്തിലൊരു തീരുമാനമാകും. ജാനകിയുടെ അങ്ങനെയാണെങ്കിൽ അവളുടെ അഹങ്കാരം അങ്ങ് തീരും. അപ്പോഴേക്കാണ് അബി അങ്ങോട്ട് കയറി വരുന്നത്. അബിയെ കണ്ടപ്പോൾ അപർണയ്ക്കൊരു പുച്ഛഭാവമായിരുന്നു. പിന്നീട് അബിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഓ വന്നല്ലോ, അല്ല രാധാമണി വത്സരക്കൊക്കെ സുഖമല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ അബി ഓർത്തു, ഇവരെന്താ പോലും ഇങ്ങനെ പറയുന്നത്, ഇവള് ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും രഹസ്യം കാണുമായിരിക്കും. ഈ സമയം അപർണ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ പേരിൽ കള്ളക്കേസ് കൊണ്ട് കൊടുത്തല്ലേ, ആ കള്ളക്കേസൊന്നും അതേ കാലം നിലനിൽക്കില്ല, ആ കള്ളക്കേസിനൊക്കെ ആയുസ് കുറവാന്ന് പറയണം. അത് കേട്ടപ്പോൾ അബി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിന്റെ അച്ഛനോട് പറ അത് കള്ളക്കേസാന്ന് തെളിയിക്കാൻ. എൻ്റെ അച്ഛൻ തെളിയിച്ചിരിക്കും, കണ്ടോ, കൂടിപ്പോയാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ എൻ്റെ അച്ഛനത് കള്ളക്കേസാന്ന് തെളിയിക്കും. കോടതി വരെ കേസൊന്നും എത്തില്ല. തമ്പിയോട് കളിച്ചിട്ടുണ്ടെങ്കിൽ കളി എങ്ങനെയാന്ന് തമ്പി പഠിപ്പിക്കാൻ പോകുന്നുള്ളൂ. അഭിറാം അതിൻ്റെ 7 അയലക്കത്ത് പോലും വരത്തില്ല എന്ന് പറയണം. അബിയെ വെല്ലുവിളിക്കണം. അബി പറഞ്ഞ ആയിക്കോട്ടെ, കള്ളക്കേസാന്ന് തെളിയിക്കുക അപർണ, നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നിന്നെ അച്ഛനെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ആദ്യം അത് സാധിക്കാൻ പറയണം. അപർണ പറഞ്ഞു, ഞാനും എൻ്റെ അച്ഛനും ഞങ്ങൾ ആരാന്ന് നിനക്കറിയാവുന്ന ചോദിക്കും. ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അബി പറഞ്ഞു, അതിനിപ്പം പ്രത്യേകിച്ച് എന്താ, നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാന്ന് പറയണം. നിനക്കൊന്നും ഒന്നും അറിയത്തില്ല. കാരണം നീയും നിന്റെ ഭാര്യയും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പേരിലൊരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒതുങ്ങിക്കൂടിപ്പോവും. പിന്നെ കോടതിയായി കേസായി നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ നാണം കിടും. അങ്ങനെ ഞങ്ങൾ നാറ്റിക്കാന്ന് ഓർത്ത് മാത്രമല്ലേ, അല്ലാതെ ഇതിനകത്തൊരു കഴമ്പില്ലെന്നുള്ള കാര്യം അറിയാം. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. കോടതി പോലും കേസ് എത്തത്തില്ല എന്നൊക്കെ പറഞ്ഞ് അബിയെ വെല്ലുവിളിക്കണം. അബി വിട്ടുകൊടുക്കുവോ? അബി പറഞ്ഞു, നീ പെണ്ണാണെങ്കിൽ തെളിയിച്ച് കാണിക്കുക, അവസാനം നിനക്ക് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. എത്ര കാലം നീ ഇങ്ങനെ ചിരിച്ചു മുഖത്തോടെ എൻ്റെ മുന്നിൽ നിൽക്കും നമുക്ക് കണ്ടറിയാം എന്ന് പറഞ്ഞിട്ട് അബിയും വിട്ടുകൊടുക്കാതെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് ജാനകി രാധാമണി വത്സരക്കുള്ള ഫുഡൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേട്ടെ. താരായിരിക്കും ഈ സമയത്ത്? അങ്ങനെ ഓർത്തോട് ജാനകി പോയി കഥ തുറക്കണം. കഥ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും തമ്പിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ജാനകി ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ജാനകിക്ക്. പെട്ടെന്ന് ജാനകിയോട് തമ്പി പറഞ്ഞു, ആഹാ നീ ഉണ്ടായിരുന്നില്ല ഇവിടെ, ഞാനൊന്നും സന്ദേഹിച്ചു നീ ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ എന്ന്. പിന്നെ എനിക്കെതിരെ കള്ളക്കേസൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുമല്ലേ, എവിടെയാടി നീ കള്ളക്കേസിൽ പറഞ്ഞിരിക്കുന്ന രാധാമണി ഉണ്ടല്ലോ, അവരെവിടെയെന്ന് ചോദിക്കണം. ഈ സമയത്ത് ജാനകി പറഞ്ഞു, മര്യാദയ്ക്ക് പുറത്തിറങ്ങി പോകാൻ പറയണം. അങ്ങനെയൊന്നും ഞാൻ ഇറങ്ങിപ്പോകാൻ പോകുന്നില്ലടി. ഈ തമ്പി ആരാന്ന് നിനക്ക് അറിയത്തില്ല, തമ്പീനെ നിനക്ക് ശരിക്കും അറിയത്തില്ല എന്നിട്ടാ അങ്ങ് മാറിയെന്ന് പറയണ. പെട്ടെന്ന് ജാനകി കഥക് വലിച്ചടയ്ക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. തമ്പി പറഞ്ഞു, എൻ്റെ അടുത്താണ്ടി നിന്റെ കയ്യാങ്കളി, എന്നെക്കുറിച്ച് നിനക്ക് അറിയത്തില്ലോ, നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ തമ്പി അങ്ങ് ഒതുങ്ങിക്കൂടി പോകുന്നോ? തമ്പിയെ അങ്ങോട്ട് കുപ്പിയിലാക്കാന്ന് കരുതിയോ? ഒരിക്കലും ഇല്ല. ആ കള്ളക്കേസും കൊണ്ടൊന്നും ആയില്ല. നിന്നോടൊപ്പം ചേർന്നിട്ടുണ്ടല്ലോ നിരഞ്ജന ഉണ്ണിത്താൻ വക്കീലും ഒക്കെ. ഈ കേസ് ഇന്നത്തോടു കൂടി ഇവിടെ ക്ലോസ് ആക്കാൻ പോവാടി. അതിനു വേണ്ടി ഞാൻ വന്ന. നീ ഒരു ചട്ടയും മുണ്ടും കൊടുത്ത ഏതോ ഒരുത്തിനെ ഇറക്കിയിട്ടുണ്ടല്ലോ രാധാമണി വത്സരാന്ന് പറഞ്ഞിട്ട്, അവരൊന്ന് കാണണം, 4 വർത്താനം പറയണം. അതിനു വേണ്ടി തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാം. ജാനകി പറഞ്ഞു, ഇതേ വീട്ടിൽ കയറി വന്ന് അനാവശ്യം കാണിച്ചാണ്ടല്ലോ ഞാൻ പോലീസിനെ വിളിക്കുന്നറിയാം. നീ പോലീസിനോ പട്ടാളത്തിനോ ആരെ വേണം വിളിക്കടി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുവാണ്. ആ സമയം മേരിക്കുട്ടിയമ്മ അടുക്കളയിലായിരുന്നു. മേരിക്കുട്ടിയമ്മ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് തമ്പി ബലമായിട്ട് അകത്തേക്ക് കയറുമ്പോൾ ജാനകി പറഞ്ഞു, മാറാനല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അതൊന്നും തമ്പി കേട്ടില്ല. തമ്പി ഇടിച്ചു കയറി അങ്ങോട്ടേക്ക് വരിക. ഇടിച്ചു കയറി വന്നിട്ട് ആദ്യം ഒരു മുറി പോയി നോക്കി, അവിടെ ആരെയും കണ്ടില്ല. നീ എവിടെ ആടി കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ചോദിക്കുകയാണ്. ജാനകിയുടെ നെഞ്ചൊന്ന് പിടിച്ചു. ദൈവമേ, ഇത്രയും കാലം ആരെയാണ് കാണരുതെന്ന് കരുതിയത്, അവരെ കാണാനായിട്ട് പോവാണ്. ഇയാൾ ഇനി എന്തിനുള്ള പുറപ്പാടാന്ന് അറിയത്തില്ല. തൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇയാൾ കൊല്ലാൻ പോലും മടിക്കില്ല. അതൊക്കെ ഓർത്തപ്പോൾ ജാനകിക്ക് സമ്മതമേറ്റുന്ന പോലെ തോന്നി. ജാനകി കയ്യെ പിടിച്ച് വലിച്ച് അയാളെ പുറത്താക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ പുറത്തു പോകാൻ കൂട്ടാക്കില്ല. എനിക്ക് അവരെ ഒന്ന് കാണണം. അപ്പം അയാളുടെ മനസ്സിലുള്ള രാധാമണി എന്ന് പറഞ്ഞ മേരിക്കുട്ടിയമ്മയാണ്. മേരിക്കുട്ടിയമ്മയുടെ ഫോട്ടോ എല്ലാം കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയിലാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ശരിക്കുള്ള രാധാമണിയുടെ ഫോട്ടോ കണ്ടിട്ട് പോലില്ല. അങ്ങനെ അയാൾ ഇപ്പുറത്തെ മുറിയിലേക്ക് വന്നിട്ട് രാധാമണി ഇരിക്കുന്ന മുറിയിലേക്ക് വരുവാണ്. അങ്ങനെ വന്ന അകത്തേക്ക് കയറുന്ന സമയത്ത് സാരി എടുത്ത ഒരാൾ തിരിഞ്ഞിരിക്കുന്നുണ്ട്. അതെ, ഇപ്പം നീ സാരി ആക്കിയോ, ചട്ടയും മുണ്ട് മാറ്റിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തമ്പി ഇങ്ങനെ വന്നിട്ട് ആ മുന്നിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേന് തമ്പി ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു പോയി. തമ്പിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. രാധാമണി ഇത്ര വർഷങ്ങൾക്ക് ശേഷം തമ്പി കാണുവാണ്. അപ്പം ചട്ടയും മുണ്ട് കൊടുത്ത സ്ത്രീയാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ എങ്ങനെ ഇങ്ങനെയായി? തമ്പിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു നിമിഷം തമ്പി ചെട്ടിപ്പോവാണ്. പിന്നീട് ജാനകിയെ നോക്കി, ഓഹോ അപ്പം ഇതായിരുന്നല്ലേ. ഇപ്പോൾ തമ്പിക്ക് പിന്നെ എവിടുന്നെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ. തമ്പി പറഞ്ഞു, അപ്പം നീ ശരിക്കും കളി അറിഞ്ഞുകൊണ്ട് കളത്തിലിറങ്ങി കളിക്കാനായിട്ട് ഇറങ്ങിയതല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, വെറുതെ ഞാൻ കള്ളക്കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് തമ്പി കരുതിയത്. ഒരിക്കലും അല്ല എന്ന് പറയണം.
കള്ളക്കേസ് കൊടുക്കാൻ മാത്രം ഭ്രാന്തൊന്നും എനിക്കില്ല. ഇതേ ഒറിജിനലായിട്ടുള്ള കേസ് തന്നെയാ. ഇവരെ അറിയുമോയെന്ന് ചോദിക്കണം. ഒരു നിമിഷം തമ്പിക്കൊരു പതർച്ചയുണ്ടായി. അറിയത്തില്ലായിരിക്കും അല്ലേ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് 10-25 വർഷം പിന്നിലേക്കൊന്ന് ചിന്തിച്ചു നോക്ക് എന്നൊക്കെ പറയണം. തമ്പി പറഞ്ഞ് ഞാൻ കാണിച്ചു തരാടി, ഇത് വെച്ച് എനിക്കിട്ടുള്ള പണി പണിയായിട്ട് നീ ശ്രമിച്ചിരിക്കുന്നതല്ലേ, നീ ഞാൻ വെറുതെ വിടത്തില്ലെന്നും പറഞ്ഞുകൊണ്ടങ്ങ് ഇറങ്ങുമ്പോഴത്തേനുമാണ് അങ്ങോട്ടേക്ക് മേരിക്കുട്ടിയമ്മ വരുന്നത്. തമ്പി വരുന്ന വെല്ലുവിളിക്കുന്നതൊക്കെ മേരിക്കുട്ടിയമ്മ അങ്ങോട്ട് വന്നപ്പോൾ തന്നെ കേട്ടു. മേരിക്കുട്ടിയമ്മ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് വെല്ലുവിളിച്ചിട്ട് പോയാലോ തമ്പി എന്ന് പറയണം. തമ്പി ഒരു നിമിഷം തന്നു. ഈ നിൽക്കുന്ന ജാനകി കേസ് കൊടുത്തെന്ന് പറഞ്ഞല്ലോ, രാധാമണി ജാനകിയും കൂടെ ചേർന്നിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്തിനാ അങ്ങനെ കേസ് കൊടുത്തത് നിനക്ക് അറിയാവോ തമ്പി എന്ന് ചോദിക്കുകയാണ്. തമ്പി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. നിനക്കറിയത്തില്ലായിരിക്കാം, പക്ഷെ ജാനകി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ട്. നീ 10-25 വർഷം മുമ്പ് നശിപ്പിച്ച ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ഒരു രാധാമണി വരസര്, അവർ പ്രസവിച്ച അവരുടെ സ്വന്തം മോള ഈ നിൽക്കുന്ന ജാനകി എന്ന് പറയണ. തലയിലൊരു കൂടം കൊണ്ട് അടിച്ച അവസ്ഥയിലായിരുന്നു തമ്പിക്ക്. തമ്പി ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ജാനകിയെ നോക്കുന്നത്. തമ്പിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. തമ്പി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു കാര്യം. കാരണം പലപ്പോഴും അച്ഛനില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ തനിക്ക് തന്നെയാണല്ലോ അത് വന്നേക്കെന്ന് ഓർത്തിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ തമ്പി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അപ്പം നെക്സ്റ്റ് വീക്ക് പ്രമേ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇനി തമ്പിക്ക് കിട്ടുന്ന പണിയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.